എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എന്താണ് വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത്? എനിക്ക് ഇന്ന് നിരവധി ക്യാഷ് നഷ്ടമായി. 7 ദിവസത്തെ കഠിനാധ്വാനം, യാത്രാവേതനം, ഫ്യൂവൽ എന്നിവ പൂർണ്ണമായും പാഴായി. ദൈവമേ, വളരെയധികം നഷ്ടങ്ങളായല്ലോ. ഓ, അതെങ്ങനെ സംഭവിച്ചു? ഗുണനിലവാരമില്ലാത്ത കയറുകളും വലകളും കാരണമാണിതെന്ന് ഞാൻ കരുതുന്നു. ആദ്യം കയറുകൾ ഉപയോഗിച്ച് വലകൾ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫിഷിംഗ് നെറ്റ് കീറി എന്റെ ക്യാച്ചുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു. നിങ്ങൾ ടഫ് റോപ്സ് ഉപയോഗിക്കണം. കയറുകൾക്കും വലകൾക്കുമുള്ള വിപണിയിലെ ലീഡറാണ് അവർ. ഞാൻ കുറച്ച് വർഷങ്ങളായി അവരുടെ കയറുകളും വലകളും ഉപയോഗിക്കുന്നതാണ്. എന്തുകൊണ്ട് എന്റെ നെറ്റ് നിർമ്മാതാവിനെ നിങ്ങൾക്ക് കണ്ടുകൂടാ? അദ്ദേഹത്തിന് നിങ്ങളെ നയിക്കാൻ കഴിയും. അതെ, അതാണ് ശരി. ഹലോ സാർ, ഇതെന്റെ സുഹൃത്താണ്. ഗുണനിലവാരമില്ലാത്ത വലകളും കയറുകളും കാരണം അദ്ദേഹത്തിന് ക്യാച്ച് നഷ്ടമായി. അതൊരു വളരെ സങ്കടകരമായ വാർത്തയാണല്ലോ. പലതരം കയറുകൾ വിപണിയിൽ ലഭ്യമാണ്. പക്ഷേ ടഫ് നെറ്റ്സും ടഫ് റോപ്സുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. മികച്ച ഗുണമേന്മയും വിശ്വാസയോഗ്യവുമായതുമാണ്. ടഫ് റോപ്സിൽ നിന്നുള്ള വലകളും കയറുകളും ശരിയായി പ്രവർത്തിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒപ്പം മത്സ്യത്തൊഴിലാളികൾ അതിലൂടെ ഉപജീവനമാർഗം തേടുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. മിസ്റ്റർ ടഫ് റോപ്സിനെ മീറ്റ് ചെയ്യുക. ഹലോ, നിങ്ങൾ നേരിട്ട നഷ്ടത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇപ്പോൾ നിങ്ങൾ ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ട്രോൾ നെറ്റ്സ് കടലിനടിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ മുഴുവൻ ഉപജീവനമാർഗം. ഒപ്പം ആ കയറുകൾ ഉപയോഗിച്ച് വലകൾ എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയുമെന്ന ഒരു കാര്യവുമുണ്ട്. അയഞ്ഞ കെട്ടഴിച്ച ചുളിവുകൾ യൂണിഫോം അല്ലാത്ത മെഷീനെ മുകളിലേക്ക് വലിക്കുമ്പോൾ വലകൾ പൊട്ടിപ്പോകാനും കീറിപ്പോകാനുമുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി മുഴുവൻ ക്യാച്ചും നഷ്ടപ്പെടുന്നതായിരിക്കും. വെയിറ്റ് കൂടുമ്പോൾ സാധാരണമായി ഉപയോഗിക്കുന്ന കയറുകൾ പൊട്ടിപ്പോയാൽ കൂടുതൽ അപകട സാധ്യതയുണ്ട്. വലിച്ചിടുമ്പോൾ അവ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. ഇത് നിങ്ങളുടെ ട്രോൾ നെറ്റ്സിനെ അപകടത്തിലാക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ മീൻപിടുത്തത്തിൽ ടഫ് റോപ്സ് ആണ് മുന്നിൽ നിൽക്കുന്നത്. 27 രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടഫ് റോപ്സിന്റെ വലകളും കയറുകളും ഇന്ത്യൻ മത്സ്യബന്ധന വ്യവസായത്തിലേക്ക് അന്തർദേശീയ വിർജിൻ ഗുണനിലവാരമുള്ള മെറ്റീരിയലുകൾ കൊണ്ടാണ് ടഫ് റോപ്സിന്റെ വലകളും കയറുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം അൾട്രാ വയലറ്റ് രശ്മികൾ വഴി അവ ട്രീറ്റ് ചെയ്യുന്ന കാരണം അത് ശക്തിയും ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ടഫ് റോപ്സ് വലകൾ ഒരു അദ്വിതീയ വലിച്ചിടുന്ന ശേഷി പ്രോസസ് വഴി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഡെപ്ത് സ്ട്രെച്ചിൽ വളരെയധികം സമ്മർദ്ദം പോലും സ്ഥിരതയില്ലാത്ത സാഹചര്യം നൽകാതെ പരിപാലിക്കും. വലകളിൽ മികച്ച ഫിനിഷിങ്ങിനായി ലെങ്ത് സ്ട്രെച്ചിങ് എന്ന സ്ട്രെച്ചിങ് പ്രോസസ്സിങ്ങിലൂടെ ടഫ് റോപ്സ് വലകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കനത്ത ലോഡ് ടോളറൻസും പൊട്ടിപ്പോകാതിരിക്കാൻ മികച്ച ടെൻസൈൽ ശക്തി, വലിച്ചു പിടിക്കുമ്പോൾ മികച്ച നിയന്ത്രണവുമുണ്ട്. ഇതുകൂടാതെ ടഫ് റോപ്സ് നൽകുന്നത് നിങ്ങളുടെ പണത്തിന്റെ ശരിയായ മൂല്യമാണെന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ഇത് മറ്റേത് ബ്രാൻഡിനേക്കാളും കൂടുതൽ റണ്ണേജ് നൽകുന്നു. മറ്റേതൊരു ബ്രാൻഡിന്റെ കയറുകളെക്കാളും ഈ കയറുകൾ കുറെ കാലത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. ടഫ് റോപ്സ് വളരെ ഭാരം കുറഞ്ഞതും മൃദുവായതുമാണ്. അതിനാൽ സംഘത്തിലെ ഏതൊരു വ്യക്തിക്കും യാതൊരു പരിക്കുമില്ലാതെ മികച്ച ഗുണമേന്മയുള്ള, മികച്ച ശക്തിയുള്ള, മികച്ച നിയന്ത്രണവും കൈകളിൽ മൃദുവായതിനാലും മീൻപിടുത്തത്തിനായി ഏറ്റവും അനുയോജ്യമായത് ടഫ് റോപ്സിന്റെ കയറുകളും വലകളുമാണ്. ഒപ്പം ഇത് നിങ്ങളുടെ ഉപജീവനത്തുള്ള ഇൻഷുറൻസ് ആണ്. ടഫ് റോപ്സ് ചാനൽ പാർട്ണർ വഴി നിങ്ങളുടെ അടുത്തുള്ള റീറ്റെയിൽ സ്റ്റോറിൽ ഒരു അദ്വിതീയ പാക്കേജിംഗ് ലഭ്യമാണ്. അൾട്രാ 28, 50, 100 ടോൾ നെറ്റ്സ് അഥവാ അൾട്രാ കോഡ് ആൻഡ് കവർ. ആക്വാമറൈൻ ശരിയായ വായ ട്രോൾ വലയാണ്. കാരണം ഉരച്ചിലിന്റെ പ്രതിരോധ ശക്തി ഇത് വളരെയധികം വഹിക്കുന്ന കാരണം കൊണ്ട്. ബാഹുബലി ഉയർന്ന ബിയറിംഗ് സഹിഷ്ണുത കാരണം കൊണ്ട് ട്രോൾ നെറ്റ്സിലെ വായ അല്ലെങ്കിൽ വയറിന്റെ പ്രദേശത്തെ മികച്ച നിയന്ത്രണം ലഭിക്കുന്നു. കയറുകൾക്കായി അക്വാടഫ് ടാൻഡലൈൻ അല്ലെങ്കിൽ അക്വാടഫ് PP ട്രോൾ മൗത്ത് ഓപ്പണിംഗ് ടഫ് റോപ്സ് കയറുകൾ ഉപയോഗിക്കുക. ടഫ് ബ്ലൂസി ഉപയോഗിക്കുന്നത് ട്രോളിന്റെ കടിഞ്ഞാൻ പ്രയോഗത്തിനാണ്. അക്വാടഫ് ടാൻഡലൈൻ, അക്വാടഫ് PP എന്നിവ ആങ്കറിംഗ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ്. സ്ക്വയർ കോഡന്റ് വലകളും ടഫ് റോപ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വലകൾ ബൈ ക്യാച്ച് കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ്. സ്ക്വയർ കോഡന്റ് വലയിലൂടെ ചെറു മത്സ്യങ്ങളെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന കാരണം ആരോഗ്യകരവും അഭിവൃദ്ധിയുമായ ഫിഷിംഗ് എക്കോസിസ്റ്റത്തിന്റെ ക്രമീകരണം ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഇവിടെ ഉത്തരവാദിത്തമുള്ള മീൻപിടുത്ത മുൻകൈയെടുക്കൽ വഴി മത്സ്യത്തൊഴിലാളികളെ സ്ക്വയർ കോഡന്റുകൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതുവഴി ബൈ ക്യാച്ചുകളും കുറയുന്നു. വളരെയധികം നന്ദി. ഇനി മുതൽ ടഫ് റോപ്സ് ആയിരിക്കും എന്റെ ആദ്യത്തെ ചോയ്സ്.